അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ആണ്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് പോയിന്റ് ഒന്ന് വെട്ടിക്കൊടുക്കണം. രണ്ടും അങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. അതിന് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിടുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ അത് തയ്ച്ചിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്യൂസ് ടാപ്പ് തേച്ച് പിടിപ്പിച്ചാൽ ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കഴുത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെട്ടി കൊടുക്കണം. ഞാൻ ഈ സൈഡിലത്തേക്ക് മുത്തൊക്കെ ചുറ്റിക വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കണം ആദ്യം. ഫ്യൂസ് ടാപ്പ് ഉണ്ടെങ്കിൽ വളരെ വളരെ ഉപകാരപ്രദം ഉണ്ടാ. ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാത്തവർക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, എന്നിട്ട് ഇതിൽ പിൻ ചെയ്യാം. കഴുത്ത് നമുക്ക് രണ്ടെണ്ണത്തിലും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഈ കാണുന്നുണ്ട വൈറ്റിലല്ല അടിക്കേണ്ടത്, വൈറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ട അതിലിങ്ങനെ തയ്ച്ച് എടുക്കണം. ഇതിൽ മാത്രമല്ല ഇതിപ്പോൾ ഫ്രണ്ട് പീസ് ആണെങ്കിൽ ബാക്ക് പീസിലും അടുത്ത നെക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ ചുറ്റിനും 2 നെക്കിൻ്റെ വെട്ടിയെടുക്കണം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചരിച്ച് വെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ ചരിച്ച് വെട്ടണം. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒറ്റ സ്റ്റിച്ച് ആണെങ്കിൽ ചെയ്ത് കൊടുക്കണം, ചരിച്ച് വെട്ടണം. ഇതിൻ്റെ ഈ ഭാഗം മാത്രം മുത്ത് അടിഞ്ഞിട്ടില്ല. അപ്പോൾ 2 നെക്കും ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം. അതിൽ ഒരു നെക്ക് മാത്രം എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു തയ്യൽ കൊടുക്കണം ഇതിന് ചുറ്റും. അതായത് ഈ സാധനത്തിൽ ഇതിൽ ഈ പ്ലെയിൻ റോസിൽ കണ്ട ഒരു തയ്യൽ തുമ്പത്തിട്ട് ചുറ്റിനും കൊടുക്കണം. ഇങ്ങനെ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും. അപ്പോൾ 40 ഇഞ്ച് വണ്ണത്തിന് ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ചും നെക്ക് ലെങ്ത് 5 ഇഞ്ചും നെക്ക് ബ്രെത്ത് 4 ഇഞ്ചും ആണ് കേട്ടോ. അപ്പോൾ സെയിം ആണ് ഫ്രണ്ടും ബാക്കും ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതാണ്, ബാക്ക് നെക്ക് ഇതും. അപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ നിവർത്തിയിട്ട് ഈ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ അത് നല്ലതിനോട്, ഇത് നല്ല വശം ഇത് നല്ല വശം, നല്ലതിനോട് നല്ല വശം വെച്ച് തയ്ച്ചെടുക്കണം. നമ്മളിത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നോക്കിക്കേ, ഷോൾഡർ കറക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഒരു വശത്ത് മാത്രമല്ല കേട്ടോ, 2 വശത്തും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിങ്ങനെ കഴുത്ത് വലിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ട, ഇതിപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞ്. ഇനി നമുക്ക് വേണ്ടത് കൈ തയ്ച്ചെടുക്കലാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. അപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് വേണം കൈ തയ്ച്ചെടുക്കാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നിന്നത് കൊടുക്കാം, കൈ ഇങ്ങോട്ടും തയ്ച്ചെടുക്കാം അങ്ങോട്ടും തയ്ച്ചെടുക്കാം. കഴുത്ത് ഹെമിങ് ചെയ്യണം കേട്ടോ. അങ്ങനെ കൈ തയ്ച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് കണ്ട 1 ഇഞ്ച് വെച്ചിട്ട് വേണം കൂട്ടാനായിട്ട്. അത് നമ്മൾ ഈ സ്ലിറ്റിനെ അടയാളം ഇട്ടിട്ടുണ്ടോ അതുവരെ നമ്മൾ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് തമ്മിൽ ഒപ്പം വെച്ചിട്ട് ഇവിടെ നിന്നും 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് തയ്ച്ചു കൊടുക്കണം. കൈവണ്ണം കുറവായതുകൊണ്ട് ഒരു 1/4 ഇഞ്ചും കൂടി പിടിക്കേണ്ടി വരും കേട്ടോ. ചെസ്റ്റിലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, ചെസ്റ്റിലൊന്നും വേണ്ട, ബാക്കിയുള്ള ഭാഗത്ത് മാത്രം ആദ്യം 1 ഇഞ്ച് തയ്ക്കും, പിന്നെ ഒരു 1/4 ഇഞ്ച്. കൈവണ്ണം കുറവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ വേസ്റ്റിൻ്റെ അവിടെ ഈ ഷേപ്പിൻ്റെ ഭാഗത്തുണ്ട് വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് പിടിക്കേണ്ടി വരും. അപ്പോൾ നല്ല പക്കയായിട്ട് നിൽക്കും കേട്ടോ. നമുക്കത് തയ്ച്ചിട്ട് വരാം. അങ്ങനെ ഇതിൻ്റെ സൈഡൊക്കെ 1 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, കടയിൽ പോയിട്ട് ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ വിട്ടേക്കണം. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ മടക്കാം. ആദ്യം 1/2 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് അങ്ങനെ ഇവിടം വരെ മടക്കി ഈ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴുണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ മടക്കുക. പിന്നെ ഇങ്ങനെ വെക്കുക. കണ്ട സ്ക്വയർ പോലെ വരണം. അപ്പുറത്തെ വശവും ഇതേപോലെ തന്നെ സ്ക്വയർ പോലെ മടക്കി ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പം ഹെമ്മിങ് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം, സ്റ്റിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. മുത്തുള്ളതുകൊണ്ട് പണിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് ഹെമ്മിങ് ചെയ്യാനാണ്
വളരെ എളുപ്പം. പിന്നെ അത് മാത്രമല്ല, ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തയ്ക്കാനായിട്ട്. അതിങ്ങനെ വെക്കാം, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒരറേഞ്ച് മടക്കാം, വീണ്ടും ഒരു അറേഞ്ചും കൂടി മടക്കാം. എന്നിട്ട് നമുക്ക് സൂചി മിക്കവാറും ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാം. പക്ഷേ സൂചി ഒടിഞ്ഞായിരുന്നു, ഒടിഞ്ഞത് അറിഞ്ഞില്ല. ഇനി ഇതിൽ ഒരു സൂചിയും കൂടി ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞത് തീർന്നു. ഹെമ്മിങ് ചെയ്താൽ കൂടുതൽ ഭംഗിയാണ് കേട്ടോ ഡ്രസ്സ് കാണാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ ഈ സൈഡ് എത്തുമ്പോഴുണ്ടല്ലോ, ഇവിടെ കൊണ്ടുവരണം നമ്മൾ തയ്യൽ നിർത്തി കൊടുക്കണം. ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സ്ലിറ്റ് സൈഡ് കംപ്ലീറ്റ്, സ്ലിറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ കംപ്ലീറ്റ് ഹെമ്മിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കെട്ടിട്ടിട്ട് നിർത്താം. എന്നിട്ട് ഇപ്പുറം വശം തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിലേക്ക് വരും. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല, ഹെമ്മിങ് അല്ലേ. കെട്ടിട്ടതിന് ശേഷം അടുത്ത സ്ലിറ്റിന്റെ ഭാഗത്തേക്ക് കടക്കാം. ഉണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അരയിഞ്ച് മടക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. ഇവിടുന്ന് താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ താഴ്ഭാഗം കെട്ടിട്ടിട്ടില്ല, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സ്റ്റിച്ചും കൂടി ചെയ്യാം. അപ്പോൾ വിട്ടു പോരൂല കേട്ടോ വേഗം കൂട്ടി. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ അര വെച്ച് മടക്കിയിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം കേട്ടോ ഹെമ്മിങ് ചെയ്തെടുക്കുക കംപ്ലീറ്റ് വരെ. നമ്മൾ ഇത് കൊടുത്തതിന് ഇങ്ങനെ വലിക്കണം ടൈറ്റ് ആവാനായിട്ട്. കണ്ട, അപ്പോൾ പതിഞ്ഞിരിക്കും. ഇത് കണ്ട, ഇതേപോലെ ഇങ്ങനെ പതിഞ്ഞിരിക്കും. നമുക്ക് ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഹെമ്മിങ് താഴ്ഭാഗത്ത് എത്താനായിട്ടോ. അപ്പോൾ തയ്ക്കുന്നതിൽ നല്ല ഫിനിഷിംഗ് ആണ് ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ. അത് സാധാരണ ചുരിദാറിനാണെങ്കിൽ കല്ലുള്ളതിന് മാത്രമല്ല അങ്ങനെ തയ്ക്കണത്. സാധാരണ ചുരിദാറിനും ഹെമ്മിങ് ചെയ്തെടുത്താൽ നല്ല പക്ക ഫിനിഷിംഗ് ആയിരിക്കും, നല്ല ഭംഗിയുമായിരിക്കും. ഇത് നമുക്ക് ഫൈനൽ ലുക്ക് നമുക്ക് അപ്പോൾ ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അത് വർക്കുള്ള ഡ്രസ്സിന് മാത്രമല്ല, എല്ലാത്ത ഡ്രസ്സിനും നമുക്ക് ഹെമ്മിങ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഡെമ്മിയിലിട്ടിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്കേർട്ട് വരാനുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അത് ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.